ഹരേ ഗുരുവായൂരപ്പാ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. ശ്രീമന്നാരായണീയം ദശകം 30 വാമനാവതാരം. ശ്രീ ഗുരുഭ്യോ നമഃ. ശക്രേണ സംയതി ഹതോ ബലിർമഹാത്മാ ശുക്രേണ ജീവിതതനു ക്രതുവർദ്ധിതോഷ്മാ വിക്രാന്തിമാൻ ഭയനിലേന സുരാം ത്രിലോകീം ചക്രേ വശേ സതവ ചക്രമുഖാദഭീത പുത്രാർത്തിദർശനവശാദതിഥിർവിഷണ്ണ തം കാശ്യപം നിജപതിം ശരണം പ്രപന്ന ത്വത്പൂജനം തദുദിതം ഹി പയോവ്രതാഖ്യം സാ ദ്വാദശാഹമചരത് ത്വയി ഭക്തിപൂർണ തസ്യാവധൗ ത്വയി നിലീനമതേരമുഷ്യാ ശ്യാമാശ്ചതുർഭുജവപുഃ സ്വയമാവിരാസി നമ്രാം ച താമിഹ ഭവത്തനയോ ഭവേയം ഗോപ്യം മദീക്ഷണമിതി പ്രലപന്നയാസി ത്വം കാശ്യപേ തപസി സന്നിദധത്തദാനീം പ്രാപ്തോസി ഗർഭമദിതേ പ്രണുതോ വിധാത്രാ പ്രാസൂത ച പ്രകടവൈഷ്ണവദിവ്യരൂപം സാ ദ്വാദശീ ശ്രവണപുണ്യദിനേ ഭവന്തം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ. പുണ്യാശ്രമം ഭക്തമഭിവർഷതി പുഷ്പവർഷൈർഹർഷാകുലേ സുരകുലേ കൃതതൂര്യഘോഷേ ബദ്ധ്വാഞ്ജലിം ജയ ജയേതി നുതഃ പിതൃഭ്യാം ത്വം തത്ക്ഷണേ പടുതമം വടുരൂപമാഥാ. താവത് പ്രജാപതിമുഖൈരുപനീയമൗഞ്ജീദണ്ഡാജിനാക്ഷവലയാദിഭിരർച്യമാന ദേദീപ്യമാനവപുരീശകൃതാഗ്നികാര്യസ്ത്വം പ്രാസ്ഥിതാ ബലിഗൃഹം പ്രകൃതാശ്വമേധം. ഗാത്രേണ ഭാവി മഹിമോചിതഗൗരവം പ്രാഗ്വ്യാവൃണ്വതേവ ധരണീം ചലയന്നയാസി ഛത്രം പരോഷ്മതിരണാർത്ഥമിവാദധാനോ ദണ്ഡം ച ദാനവജനേ ശിവ സന്നിധാതും. താം നർമ്മദോത്തരതടേ ഹയമേധശാലാമാസേദുഷിത്വയി രുചാ തവ രുദ്ധനേത്രൈ ഭാസ്വാൻ കിമേഷ ദഹനോ नु सनत्कुमारो योगी नु कोयमिति शुक्रमुखै शशङ्गे आनीतमाशु भृगुभिर्महसाभिभूतैः त्वां रम्यरूपमसुरः पुलकावृताङ्गः भक्त्या समेत्य सुकृते परिणिज्य पादौ तत्तोयमन्वधृतमूर्धनि तीर्थतीर्थं प्रह्लादवंशजतया क्रतुभिर्द्विजेषु विश्वासतो नु तदिदं दितिजोऽभिलेफे यत्ते पदाम्बु गिरिशस्य शिरोऽभिलाळ्यं सत्वं विभो ഗുരുപുരാലയപാലേധാ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ
താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലേസ്മനിശം ഹൃദി ഭാവയാമി. മഹോദേവാസുദേവായ ശ്രീമന്നാരായണീയം ദശകം 30 വാമനാവതാരം. ശക്രേണ സംയതിഹതോപിബലിർ മഹാത്മാ ശുക്രേണ ജീവിതതനു ശുക്രതവർദ്ധിതോഷ്മ വിക്രാന്തിമാൻ ഭയനിലീനസുരാം ത്രിലോകീം ചക്രേവശേ സതോ ചക്രമുഖാദഭീത. പണ്ട് അമൃതമോഹം കഴിഞ്ഞുണ്ടായ യുദ്ധത്തിൽ ഇന്ദ്രനാൽ കൊല്ലപ്പെട്ടവനായിട്ടും ശുക്രമഹർഷി ജീവൻ കൊടുത്ത ദേഹത്തോടുകൂടിയ മഹാത്മാവായ ബലി യാഗം ചെയ്ത് ബലവർദ്ധിപ്പിച്ച് മഹാപരാക്രമശാലിയായിട്ട് ഇന്ദ്രയുടെ ചക്രത്തിൻ്റെ മുമ്പിലും ഭയമില്ലാത്തവനായി നിലകൊണ്ടു. പേടിച്ച് ഒളിച്ചുപോയ ദേവന്മാരോടുകൂടിയ 3 ലോകവും പാട്ടിലാക്കുകയും ചെയ്തു. ദേവമാതാവായ അതിഥി പുത്രന്മാരുടെ കഷ്ടത കണ്ട് ദുഃഖിക്കുന്നവളായി തൻ്റെ ഭർത്താവായ ആ കാശ്യപ മഹർഷിയെ ശരണം പ്രാപിച്ചു. അദ്ദേഹം ഉപദേശിച്ച പ്രസിദ്ധിയുള്ള പയോവ്രതം എന്ന പേരായ ഇന്ദ്രയുടെ ആരാധന അവൾ തികഞ്ഞ ഭക്തിയോടുകൂടി മുടങ്ങാതെ 12 ദിവസം ആചരിച്ചു വന്നു. വ്രതം അവസാനിക്കുമ്പോൾ അങ്ങയിൽ മുഴുകിയ മനസ്സോടുകൂടിയ ഇവളുടെ മുമ്പിൽ ശ്യാമളവർണ്ണനും ചതുർബാഹുവുമായി അവിടുന്ന് സ്വയം പ്രത്യക്ഷനായി. ഈ സമയം തൃപ്പാദങ്ങളിൽ നമസ്കരിച്ച അവളോട്, ഞാൻ ഭഗവതിയുടെ പുത്രനായി അവതരിക്കുന്നുണ്ട്, ഈ എൻ്റെ ദർശനം ആരും അറിയരുത് എന്ന് അരുളി ചെയ്തിട്ട് പറയുകയും ചെയ്തു. വ്രതം അവസാനിക്കുമ്പോൾ അങ്ങയിൽ മുഴുകിയ മനസ്സോടുകൂടിയ ഇവളുടെ മുന്നിൽ ശ്യാമളവർണ്ണനും ചതുർബാഹുവുമായി അവിടുന്ന് സ്വയം പ്രത്യക്ഷനായി. ഈ സമയം തൃപ്പാദങ്ങളിൽ നമസ്കരിച്ച അവളോട്, ഞാൻ ഭഗവതിയുടെ പുത്രനായി അവതരിക്കുന്നുണ്ട്, ഈ എൻ്റെ ദർശനം ആരും അറിയരുത് എന്ന് അരുളി ചെയ്ത് പറയുകയും ചെയ്തു. അനന്തരം ഇന്ദ്രവടി തപോനിഷ്ഠനായ കാശ്യപൻ്റെ വീര്യത്തിൽ സന്നിധാനം ചെയ്തുകൊണ്ട് അതിഥിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു. ബ്രഹ്മാവ് അതറിഞ്ഞ് അങ്ങയെ പ്രകീർത്തിച്ചു. ദിവ്യമായ വൈഷ്ണവരൂപം വ്യക്തമായി പ്രകാശിപ്പിക്കുന്ന ഇന്ദ്രവടിയെ ദ്വാദശിയും തിരുവോണവും കൂടി പുണ്യദിനത്തിൽ അതിഥി പ്രസവിക്കുകയും ചെയ്തു. ദേവഗണങ്ങൾ സന്തോഷഭരിതരായി പെരുമ്പറ മുഴക്കിക്കൊണ്ട് ആ പുണ്യാശ്രമത്തിലെങ്ങും പൂമഴ വീക്ഷിക്കുമ്പോൾ തൊഴുതുകൊണ്ട് ഇന്ദ്രവടി ജയിച്ചാലും എന്ന് മാതാപിതാക്കളാൽ സ്തുതിക്കപ്പെട്ട അവിടുന്ന് ഉടനെ തന്നെ സമർത്ഥമായ ഒരു ബ്രഹ്മചാരി വേഷം കൈക്കൊണ്ടു. അല്ലയോ സർവേശ്വര, അപ്പോൾ കാശ്യപൻ മുതലായവരാൽ ഉപനയനം നടത്തിയതിനായിട്ട് മേഖലാദണ്ഡം കൃഷ്ണാജനും അക്ഷമാല മുതലായവ കൊണ്ട് സൽകൃതനായ അവിടുന്ന് ഉജ്ജ്വല തേജസ്വിയായി സംവിധാധാനം ചെയ്ത് അശ്വമേധയാഗം നടന്നുകൊണ്ടിരിക്കുന്ന മഹാബലിയുടെ യാഗശാലയിലേക്ക് യാത്ര പുറപ്പെട്ടു. വരാനിരിക്കുന്ന മഹത്വത്തിന് യോജിച്ച ഗൗരവം മുൻകൂട്ടി വെളിവാക്കുവാറുള്ള ശരീരം കൊണ്ട് ഭൂമി കുലുക്കിക്കൊണ്ട് ശത്രുക്കളുടെ ചൂടിനെ തടുക്കുവാനോ എന്ന് തോന്നുമാറ് കുടയും അസുരന്മാരിൽ പ്രയോഗിപ്പാനെന്ന വിധം ദണ്ഡവും എടുത്ത് ഇന്ദ്രവടി നടകൊണ്ടു. ഇന്ദ്രവടി ധർമ്മതയുടെ വടക്കേ തീരത്തുള്ള ആ അശ്വമേധശാലയിലേക്ക് അടുത്തു ചെന്നപ്പോൾ അവിടുത്തെ തേജസ് കൊണ്ട് കണ്ണഞ്ചിപ്പോയ ശുക്രാചാര്യർ തുടങ്ങിയവർ ഇദ്ദേഹമാര് സൂര്യനോ അഗ്നിദേവനോ യോഗിയായ സനൽകുമാരനോ ആരായിരിക്കും എന്ന് സംശയിച്ചു പോയി. ഉജ്ജ്വല തേജസ്സിന് അടിമകളായിപ്പോയ ഭൃഗുക്കൾ ക്ഷണത്തിൽ എതിരേറ്റ് ആനയിച്ച സുന്ദരാംഗനായ ഇന്ദ്രവടിയെ പുണ്യശാലിയായ അസുരനായ മഹാബലി രോമാഞ്ച കഞ്ചുകിതനായി ഭക്തിയോടെ അടുത്തു വന്ന് കാൽ കഴുകിച്ച് എല്ലാ തീർത്ഥങ്ങളെയും ശുദ്ധീകരിക്കാൻ പോകുന്ന തീർത്ഥമായ ആ ജലം തൻ്റെ ശിരസിൽ ധരിച്ചു. ഇന്ദ്രയുടെ യാതൊരു പാദതീർത്ഥം ശ്രീ പരമേശ്വരൻ ശിരസിലേറ്റ് ഉപചരിക്കുന്നുവോ ആ പാദോദകത്തെ അസുരനായിട്ടും ഈ മഹാബലിക്ക് പ്രഹ്ലാദൻ്റെ വംശത്തിൽ പെടുന്നത് മൂലമോ വളരെയധികം യാഗങ്ങൾ അനുഷ്ഠിച്ചതുകൊണ്ടോ ബ്രാഹ്മണരിൽ തികഞ്ഞ വിശ്വാസം ഉണ്ടായതുകൊണ്ടോ ലഭിച്ചു. അല്ലയോ വിഭുവായ ഗുരുവായൂരപ്പ, അവിടുന്ന് തന്നെ രക്ഷിക്കണേ. ഇതോടുകൂടി ഈ 30ാമത്തെ ദശകം അവസാനിച്ചു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.